ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കട്ടില വെച്ച സൈറ്റ്. അത് ചെറിയ വീടാണ്, ഒരു 600-650 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാട്ടോ. പക്ഷെ ഞാൻ അപ്പോൾ അത് പറയാൻ പോണതല്ല. കണ്ടില്ലേ, ഇന്ന് ഇവിടെ ആകെ 2 ബംഗാളികളെ പണിയെടുക്കുള്ളൂ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ബംഗാളികളില്ല, എല്ലാവരും നാട്ടിൽ പോയി. നമുക്കൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ 5-6 വർക്ക് കിടക്കുന്നുണ്ട്, പക്ഷേ ഒക്കെ ബെൻഡിങ് കിടക്കുകയാണ്. ഒരു വർക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ബംഗാളികളുള്ള കോൺക്രീറ്റിൻ്റെ ആളുകൾ ഒക്കെ നാട്ടിൽ പോയി. അവർക്കിപ്പോൾ കേരളത്തിലെ സെയിം ദിവസമാണ് ഇലക്ഷൻ വരുന്നത്. അതുപോലെ 23-ാം തീയതിയാണ് ഇവിടെ ബംഗാളിലെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇനി ഇലക്ഷന് വേണ്ടിയിട്ട് പോയി തുടങ്ങി. ആർക്കും ടിക്കറ്റൊന്നുമില്ല, പക്ഷെ എന്നാലും അവർ ട്രെയിനിൽ എങ്ങനെയെങ്കിലും കൊത്തിപ്പിടിച്ച് കയറി പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിർമ്മാണ മേഖല പറ്റ സ്തംഭിക്കാൻ പോകുന്നൊരവസ്ഥയുള്ളത്. സാധനങ്ങൾക്ക് ബറാബർ വില. 59-60 ഉറുപ്പ്യ ഉണ്ടായിരുന്ന കമ്പി 77-78 ഉറുപ്പ്യൊക്കെയാണ് ഇപ്പോൾ കമ്പിയുടെ വില വരുന്നത്. അതും സാധാ കമ്പിക്ക്, അതിൽ ബ്രാൻഡിൻ്റെ മുന്തിയ കമ്പിക്കൊക്കെ അതിലും കൂടുതൽ വില വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മേഖല എന്ന് പറയുന്നത്. സിമെൻറ്റിന് വില കൂടാൻ നിൽക്കുക എന്ന് പറയുന്നത് കേൾക്കണേ. അതുപോലെ പ്ലംബിങ്, വയറിങ് മെറ്റീരിയൽസ് ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പണിക്കാരും കൂടി ഇല്ലാതാകുമ്പോൾ ഫുൾ നിർമ്മാണ മേഖല സ്തംഭിക്കാൻ പോവുകയാണ്. പിന്നെ പണിക്കാരുണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഹോട്ടലില്ല. ഹോട്ടൽ ഇവർക്ക് ഭക്ഷണം കൊണ്ടുവരും. ഇന്നൊക്കെ ഞാൻ ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോയി, കണ്ടമാനം ഹോട്ടൽ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഓരോ വിഷയങ്ങൾ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒന്നാമത് ഹോട്ടലില്ല, അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പണിക്കാരില്ല. ഇപ്പോൾ ഹോട്ടലുകൾ ഒരു വിധമൊക്കെ പൊറാട്ടയ്ക്ക് എന്ത് ചെയ്യൽ തുടങ്ങി, വിറകിൻ്റെ അടുപ്പ് സ്വീകരിക്കൽ തുടങ്ങി. അത് ഉണ്ടാക്കൽ തുടങ്ങി. ഡ്രമ്മായാലും കാര്യം പല ലെവലിൽ അടുപ്പുകൾ അവർ ഉപയോഗിക്കൽ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളികളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്ക് ഈ മലയാളികൾ ഈ പണി ഇല്ലാതിരിക്കണ്ട, പണിയുള്ളവരല്ല, പണിയില്ലാതെ ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പടവിൻ്റെ മേഖലകളിലേക്ക്, സെൻറ്ററിങ്ങിൻ്റെ മേഖലകളിലേക്കൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഒഴിവുകളുണ്ട്. പണി ഇഷ്ടമായ ആളുകൾക്ക് പണിക്കാരെ വേണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കോൺടാക്ട്മാരണം അവർക്ക് കോൺടാക്ട് ചെയ്തോളി. ഓക്കെ.